കൊറോണ എന്ന മഹാമാരിയെ തുടർന്നാണ് എച്ചബിയിൽ നിന്നും ക്ലാസുകൾ ഓൺലൈനായി കൊടുത്തുകൊണ്ടിരിക്കുന്ന ഭാഗമായി ഇംഗ്ലീഷിന്റെ രണ്ടാം പാർട്ട് ഇതാണ് നിങ്ങൾക്ക് നൽകുന്നത്. ഇപ്പൊ നമ്മൾ പഠിക്കാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം പഠിച്ചിരുന്നത് സെന്റൻസ്, കൈൻഡ്സ് ഓഫ് സെന്റൻസ്, പിന്നീട് അതിന്റെ സബ്ജക്റ്റ് പഠിക്കുന്നതൊക്കെ എന്താണെന്ന് പഠിക്കുകയുള്ളൂ. ഇപ്പൊ നമ്മൾ പഠിക്കാൻ പോകുന്നത് ടെൻസിനെ കുറിച്ചാണ്. ടെൻസ് എന്ന് പറയുമ്പോൾ കാലം, പ്രവൃത്തി ചെയ്യുന്ന സമയത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇംഗ്ലീഷില് നമ്മൾ ഭാഷ കൈകാര്യം ചെയ്യുന്നത്. പ്രധാനമായും ടെൻസ് 3 വിധത്തിലാണ്: പ്രസന്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ്, ഫ്യൂച്ചർ ടെൻസ് എന്നിങ്ങനെ 3 വിധത്തിലാണ് ടെൻസ് ഉള്ളത്. ഈ 3 വിധത്തിലെ പ്രസന്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ്, ഫ്യൂച്ചർ ടെൻസ് എന്ന് ഈ 3 വിധത്തിൽ ടെൻസ് ഉണ്ടെങ്കിൽ അതിൽ ഓരോന്നിനും പ്രസന്റ് ടെൻസിന് 4 വിഭാഗങ്ങൾ: സിമ്പിൾ പ്രസന്റ്, പ്രസന്റ് കണ്ടിന്യൂസ്, പ്രസന്റ് പെർഫെക്റ്റ്, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. പ്രസന്റ് ടെൻസിന് 4 വിഭാഗങ്ങൾ: സിമ്പിൾ പ്രസന്റ്, പ്രസന്റ് കണ്ടിന്യൂസ്, പ്രസന്റ് പെർഫെക്റ്റ്, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്നും. പാസ്റ്റ് ടെൻസിന് സിമ്പിൾ പാസ്റ്റ്, പാസ്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്നും. പാസ്റ്റ് ടെൻസിന് സിമ്പിൾ പാസ്റ്റ്, പാസ്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്നും. ഫ്യൂച്ചർ ടെൻസ് സിമ്പിൾ ഫ്യൂച്ചർ, ഫ്യൂച്ചർ കണ്ടിന്യൂസ്, ഫ്യൂച്ചർ പെർഫെക്റ്റ്, ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്നിങ്ങനെയാണ് നമ്മൾ ഇത് ചിന്തിക്കുന്നത്. അങ്ങനെ 4 രൂപങ്ങൾ വെച്ച് പ്രസന്റ് ടെൻസിനും പാസ്റ്റ് ടെൻസിനും ഫ്യൂച്ചർ ടെൻസിനും 4 12 രൂപങ്ങളാണ് ആളുള്ളത്. ഇതിനെക്കുറിച്ച് ഓരോ നമ്മൾ എങ്ങനെയാണ് കിട്ടുന്നത്, എപ്പോഴാണ് ഉപയോഗിക്കുന്നത്, എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് വിശദമായി പഠിക്കാൻ പോവുകയാണ്. ആദ്യമായി പ്രസന്റ് ടെൻസ്. പ്രസന്റ് ടെൻസ് വർത്തമാനകാലം എന്നാണ് പറയാറ്. വർത്തമാനകാലം എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഈ പറയുമ്പോൾ നടക്കുന്ന കാര്യങ്ങളെയാണ് പ്രസന്റ് ടെൻസിലൂടെ ഉദ്ദേശിക്കുന്നത്. പറയുമ്പോൾ തന്നെ നടക്കുന്ന കാര്യങ്ങളെയാണ് പ്രസന്റ് ടെൻസിലൂടെ ഉപയോഗിക്കുന്നത്. പ്രസന്റ് ടെൻസ് വർത്തമാനകാലം എന്ന് പറയും. വർത്തമാനകാലം അഥവാ പ്രസന്റ് ടെൻസ്. അപ്പൊ ഈ പ്രസന്റ് ടെൻസിലെ 4 രൂപങ്ങൾ എന്ന് പറയുമ്പോൾ പ്രസന്റ് ടെൻസിലെ 4 രൂപങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അത് ഏതൊക്കെ സമയങ്ങളിൽ എന്തൊക്കെ ഉപയോഗിക്കുന്നതാണ് നമ്മൾ പഠിക്കാൻ ശ്രദ്ധിക്കുക. ഒന്നാമത് സിമ്പിൾ പ്രസന്റ്. സിമ്പിൾ പ്രസന്റ് എന്ന് പറഞ്ഞാൽ ഇതിന് ഈ രൂപം കിട്ടുന്നതിനായിട്ട് സിമ്പിൾ പ്രസന്റ് സെന്റൻസ് എഴുതുന്നതിനായിട്ട് വേണ്ടത് സബ്ജക്ട് പ്ലസ് V1 ഫസ്റ്റ് ഫോം പ്ലസ് ഒബ്ജക്ട്. ഇങ്ങനെയാണ് സിമ്പിൾ പ്രസന്റ് എഴുതുന്നത്. സബ്ജക്ട് പ്ലസ് V1 പ്ലസ് ഒബ്ജക്ട്. ഇങ്ങനെയാണ് സിമ്പിൾ പ്രസന്റ് സെന്റൻസ്. അപ്പൊ ഇങ്ങനെ പറയുമ്പോൾ ശ്രദ്ധിക്കുക, സബ്ജക്ട് കഴിഞ്ഞ് വെർബിന്റെ ഫസ്റ്റ് ഫോം പ്രസന്റ്, അതിനുശേഷം ഒബ്ജക്ട്. ഇങ്ങനെ 3 ഘടകങ്ങൾ ചേർന്നാൽ സിമ്പിൾ പ്രസന്റ് സെന്റൻസ് കിട്ടും. ഇപ്പൊ ഉദാഹരണമായിട്ട് ഇവിടെ എഴുതിയാൽ he speaks English. He speaks English എന്നൊരു സെന്റൻസ് എഴുതിയാൽ he subject speaks verb English. ഇവിടെ സ്പീക്ക് എന്നാണ് എഴുതിയത്, സ്പീക്സ് എന്നാണ്. പ്രത്യേകം ശ്രദ്ധിക്കണം. he speaks English എന്നാണ് നമ്മുടെ സിമ്പിൾ പ്രസന്റിലെ ഒരു സെന്റൻസ്. അതായത് he subject speaks English, verb അതിന്റെ 10 രൂപമാണ് ഇംഗ്ലീഷ് ഒബ്ജക്ട്സ്. അപ്പൊ he speaks English, അവൻ ഇംഗ്ലീഷ് സംസാരിക്കുന്നു എന്നതിലാണ് പ്രസന്റ് ആണ്. സാധാരണ ഈ സിമ്പിൾ പ്രസന്റ് ഉപയോഗിക്കുന്നത് സ്ഥിരമായ പെർമനന്റ് ആയിട്ടുള്ള ഒരു ആക്ഷൻ കാണിക്കുന്നതിന്, പൊതുവായ അവസ്ഥ അത് പറയുന്നതിന് വേണ്ടിയാണ്. സാധാരണയായിട്ട് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് പറയുന്നതാണ് സിമ്പിൾ പ്രസന്റ് ഉപയോഗിക്കാറുള്ള. ഒരു യൂണിവേഴ്സൽ ട്രൂത്ത് പറയുന്നതിന് സിമ്പിൾ പ്രസന്റ് ഉപയോഗിക്കും. ഫോർ എക്സാമ്പിൾ, ഇറ്റ് ഈസ് വൈറ്റ്, ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ്, ദ എർത്ത് റിവോൾവ്സ് റൗണ്ട് ദ സൺ എന്നൊക്കെ പറയുന്ന ചില പ്രപഞ്ച സത്യങ്ങളാണ്. അതുകൊണ്ട് സിമ്പിൾ പ്രസന്റിലെ ഉപയോഗിക്കുന്നത്. ഇവിടെ പറഞ്ഞ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ്, ദ എർത്ത് റിവോൾവ്സ് റൗണ്ട് ദ സൺ, ഇറ്റ് ഈസ് വൈറ്റ്, പ്രപഞ്ച സത്യങ്ങളാണ്.
ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ സിമ്പിൾ പ്രസന്റ് ആണ് ഉപയോഗിക്കുന്നത്. അത് കൂടാതെ സ്ഥിരമായ കാര്യങ്ങൾ പറയുമ്പോൾ അത് സിമ്പിൾ പ്രസന്റ് ആണ് ഉപയോഗിക്കുന്നത്. പെർമനന്റ് ആയിട്ടുള്ള യൂഷ്വലി ഹി ഗോസ് ടു സ്കൂൾ ബൈ ബസ്. കാരണം അവൻ സ്കൂളിലേക്ക് ബസ്സിലാണ് പോകുന്നത്. അങ്ങനെ പറയുമ്പോൾ സിമ്പിൾ പ്രസന്റ് ആണ് ഉപയോഗിക്കുന്നത്. അത് കൂടാതെ സിമ്പിൾ പ്രസന്റ് ഉപയോഗിക്കുന്ന മറ്റൊരു സാഹചര്യം ശ്രദ്ധിക്കുക. ഭാവിയിലേക്ക് അല്ലെങ്കിൽ ഫ്യൂച്ചർ ടെൻസിൽ ഒരു കാര്യം നടക്കാൻ പോകുന്നു എന്ന് പറയുമ്പോൾ നടക്കാൻ പോകുന്നു എന്ന് പറയാൻ നമ്മൾ സിമ്പിൾ പ്രസന്റ് ഉപയോഗിക്കാറുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ the classes start on Monday. The classes start on Monday. The classes start on Monday എന്ന് പറഞ്ഞിട്ട് ക്ലാസ്സുകൾ തിങ്കളാഴ്ച ആരംഭിക്കുന്നു. അത് നടക്കാൻ പോകുന്നതാണ്. അപ്പൊ അതിനെ അങ്ങനെ നമ്മൾ പറയാം. The classes start on coming Tuesday. വരുന്ന ചൊവ്വാഴ്ച ക്ലാസ് ആരംഭിക്കും. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ വരാൻ പോകുന്ന ഭാവിയിലെ ഒരു കാര്യം നടക്കുന്നതിനും നമ്മൾ സിമ്പിൾ പ്രസന്റ് ഉപയോഗിക്കാറുണ്ട്. അപ്പൊ അതിലെ സിമ്പിൾ പ്രസന്റ് ശ്രദ്ധിച്ചിട്ടാൽ സബ്ജക്റ്റും വെർബും വെർബിന്റെ ഫസ്റ്റ് രൂപം പിന്നെ ഒബ്ജക്റ്റ് മതിയാവും. ഇങ്ങനെ പറഞ്ഞാൽ സിമ്പിൾ പ്രസന്റ് എന്താണെന്ന് ഒരു കാര്യം എന്ന് സ്ഥിരമായി നടക്കുന്നതോ അല്ലെങ്കിൽ ഭാവിയിലേക്ക് വരാൻ പോകുന്നതോ ആയിട്ടുള്ള കാര്യങ്ങൾ സൂചിപ്പിക്കാനാണ് സിമ്പിൾ പ്രസന്റ് ഉപയോഗിക്കുന്നത്. അടുത്ത പ്രസന്റ് കണ്ടിന്യൂസ് ആണ്. പ്രസന്റ് കണ്ടിന്യൂസ് കണ്ടിന്യൂസ് CONTINUOUS പ്രസന്റ് കണ്ടിന്യൂസ് പറയുമ്പോൾ തന്നെ തുടർച്ചയാണ്. പ്രസന്റ് കണ്ടിന്യൂസ് തുടർച്ചയാണ് കാണിക്കുന്നത്. തുടർച്ച ഇപ്പൊ സംഗതി തുറന്നുകൊണ്ടിരിക്കുന്നു എന്ന് കാണിക്കാനാണ് പ്രസന്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കുന്നത്. ഒരു കാര്യം തുറന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഇത് പ്രധാനമായും ഉപയോഗിക്കുമ്പോൾ ഇതിന്റെ കൂടെ വേണ്ട എന്തൊക്കെയാണുള്ളത് നോക്കുക. പ്രസന്റ് കണ്ടിന്യൂസ് ആണ്. വർത്തമാന കാലത്തിലുള്ള പ്രവൃത്തി തുറന്നുകൊണ്ടിരിക്കുന്നു എന്ന് സൂചിപ്പിക്കാനാണ് ഇത് ഉപയോഗിക്കുന്നത്. ഉദാഹരണം ഇതിനകത്ത് സബ്ജക്റ്റ് വേണം. സബ്ജക്റ്റ് പ്ലസ് ഈ സബ്ജക്റ്റിന്റെ അടിസ്ഥാനത്തിൽ ഈസ് ഓർ ആം ഓർ ആർ ഈസോ ആമോ ആറോ ഈസ് ഓർ ആം subject plus is or am or are plus ing form of the verb plus ing form of the verb plus object. Subject plus is or am or are plus ing form of the verb plus object. ഇങ്ങനെ സബ്ജക്റ്റിന്റെ അടിസ്ഥാനത്തിലാണ് ഈസ് ആണോ ആമാണോ ആറാണോ നമ്മൾ തീരുമാനിക്കുന്നത്. ഉദാഹരണം സബ്ജക്റ്റ് ഐ ആണെങ്കിൽ ആം ഐയുടെ കൂടെ മാത്രമേ ആം ഉപയോഗിക്കൂ. I am going to school എന്നൊക്കെ പറയാൻ I am a teacher എന്നൊക്കെ പറയാൻ ഈ ഐയുടെ കൂടെ ആം ഉപയോഗിക്കുന്നു. മറിച്ച് ബി ആണെങ്കിൽ സബ്ജക്റ്റ് അതിന്റെ കൂടെ ആം. കാരണം ബി എന്നുള്ളത് നമുക്കറിയാം ബഹുവചന സബ്ജക്റ്റ് ആണ്. സബ്ജക്റ്റ് പ്ലൂറൽ ആണ് ബി. അതുകൊണ്ട് അതിലൂടെ ആർ എന്ന് പറയുന്ന ബഹുവചനത്തിലുള്ള സാഹചര്യം ഉപയോഗിക്കും. പിന്നീട് തേർഡ് പേഴ്സൺ സബ്ജക്റ്റ് ഹി ഷീ ഇറ്റ് ഇവയുടെ കൂടെ ഈസ് മാത്രമേ വയ്ക്കൂ. ഹി ഈസ് ഷീ ഈസ് ഇറ്റ് ഈസ് he is she is it is ഇങ്ങനെ ഉപയോഗിക്കും. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. സബ്ജക്റ്റിന്റെ അടിസ്ഥാനത്തിലാണ് അവർ ഈസ് വേണോ ആം വേണോ ആർ വേണോ എന്ന് തീരുമാനിക്കുന്നത്. എന്തായാലും കണ്ടിന്യൂസ് ആകുമ്പോൾ ഇവിടെ ing രൂപം ഉപയോഗിക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രസന്റ് കണ്ടിന്യൂസ് ആകുമ്പോൾ ഇവിടെ ing രൂപം ഉപയോഗിക്കണം. പിന്നീട് വെർബ് ഒബ്ജക്റ്റ് ഇവിടെ ing കഴിഞ്ഞ് സബ്ജക്റ്റ്. അപ്പൊ അങ്ങനെ പ്രസന്റ് കണ്ടിന്യൂസില് സബ്ജക്റ്റ് പ്ലസ് ഈസ് ഓർ സബ്ജക്റ്റ് അടിസ്ഥാനത്തിൽ ദേ ആണ് സബ്ജക്റ്റിൽ ആരെ കിട്ടും. ദേ എന്നുള്ള നമുക്കറിയാം ആറാണ് ബഹുവചനം. അതുകൊണ്ട് അതിന്റെ കൂടെ ആർ എന്ന് പറയുന്ന ബഹുവചനത്തിൽ ഉപയോഗിക്കാൻ പറ്റും. ഹി എന്ന് പറയുന്ന സബ്ജക്റ്റ് സിംഗിൾ ആണ്. അതുകൊണ്ട് ഈസേ പറ്റും. അതുപോലെ തന്നെ ഷീയുടെ കൂടെ ഷീയും ഏകവചനാണ്. ഏകവചനായതിനാൽ അതിന്റെ കൂടെ ഈസേ പറ്റും. പിന്നീട് അതിലൂടെ മാത്രം ആം ഉപയോഗിക്കുന്നു. വി they they are you are second person ഇതിന്റെ കൂടെ ആരാണ് ഉപയോഗിക്കുന്നത്. he is she is it is I am ഇങ്ങനെയാണ് പ്രസന്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കാറുള്ളത്. അപ്പൊ പ്രസന്റ് കണ്ടിന്യൂസ് സബ്ജക്റ്റ് അതിലൂടെ എങ്ങനെയൊക്കെ ഇത് ഈ ഏതൊക്കെയാണ് ഇതിലൂടെ ഉപയോഗിക്കേണ്ടതെന്നും ശ്രദ്ധിക്കുക. ഇത് സാധാരണയായി ഉപയോഗിക്കുന്നത് ഒരു പ്രവൃത്തി തുടർന്നുകൊണ്ടിരിക്കുന്നു. ഉദാഹരണം പറഞ്ഞാൽ he is speaking English എന്ന് പറയുമ്പോൾ അവൻ ഇംഗ്ലീഷ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അത് ആ പറയുന്ന സമയത്ത് തന്നെ നടക്കുന്നതായിരിക്കണം. ഹി ഈസ് സ്പീക്കിംഗ് ഇംഗ്ലീഷ്. അത് പിന്നീട് നിൽക്കും. അതാണ് പ്രസന്റ് കണ്ടിന്യൂസ്. പ്രസന്റ് കണ്ടിന്യൂസ് ശ്രദ്ധിക്കുക.
താൽക്കാലികമായ ഒരു കാര്യം തുറന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയാനാണ്. താൽക്കാലികമായ കാര്യങ്ങളെ സൂചിപ്പിക്കുവാനും പ്രസന്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കുന്നു. അപ്പം ഐ ആം റൈറ്റിംഗ് എ ലെറ്റർ എന്ന് പറഞ്ഞാൽ ഞാൻ കത്തെഴുതിക്കൊണ്ടിരിക്കുന്നത്, എപ്പോഴും എഴുതിക്കൊണ്ടിരിക്കില്ല, അതായത് കത്തെഴുതി പൂർത്തിയാകുമ്പോൾ തീർന്നു. അതുപോലെ തന്നെ ഇവിടെ ഹി സ്പീക്കിംഗ് ഇംഗ്ലീഷ്, അവൻ എപ്പോഴും ഇംഗ്ലീഷ് സംസാരിച്ചുകൊണ്ടിരിക്കും, ഇപ്പൊ പറയുന്ന വ്യക്തി ആ പ്രവർത്തി തുറന്നുകൊണ്ടിരിക്കുന്നു. അത് പറയാനാണ് പ്രസന്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കുന്നത്. എന്നാൽ അടുത്തത് മൂന്നാമത്തെ രൂപം, ടെൻസിന്റെ മൂന്നാമത്തെ രൂപം എന്ന് പറയുമ്പോൾ പ്രസന്റ് പെർഫെക്റ്റ് ആണ്. പ്രസന്റ് പെർഫെക്റ്റ് ആ പറയുന്നതിൽ തന്നെ അതിന്റെ മീനിങ് ഉണ്ട്. പ്രസന്റ് പെർഫെക്റ്റ്, പെർഫെക്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ പൂർത്തിയായ അല്ലെങ്കിൽ പെർഫെക്റ്റ് ആയി കഴിഞ്ഞ പ്രവർത്തിയാണ് പറയുന്നത് പ്രസന്റ് പെർഫെക്റ്റ്. ഈ പ്രസന്റ് പെർഫെക്റ്റിന് കിട്ടാൻ വേണ്ടി നമ്മൾ സബ്ജക്റ്റ് ഉപയോഗിക്കണം. അതിന്റെ സബ്ജക്റ്റിന്റെ അടിസ്ഥാനത്തിൽ ഹാസ് ഓർ ഹാവ് പ്ലസ് പ്രസന്റ് പെർഫെക്റ്റ് ആണ് സബ്ജക്ട് പ്ലസ് ഹാസ് ഓർ ഹാവ്. സബ്ജക്റ്റ് അടിസ്ഥാനത്തിൽ സബ്ജക്ട് സിംഗുലർ ആണെങ്കിൽ ഹാസ് ഉപയോഗിക്കണം, സബ്ജക്ട് പ്ലൂറൽ ആണെങ്കിൽ ഹാവ് എന്നുള്ള പ്ലൂറൽ ഉപയോഗിക്കണം. പ്ലസ് PPV എന്ന് പറഞ്ഞാൽ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഓഫ് ദി വെർബ്, അല്ലെങ്കിൽ V3 എന്ന് പറഞ്ഞാൽ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയുന്നതാണ് V3, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഓഫ് ദി വെർബ്, അതാണ് V3 പ്ലസ് ഒബ്ജക്റ്റ്. അപ്പൊ പ്രസന്റ് പെർഫെക്റ്റ് എന്ന് പറയുമ്പോൾ ഒരു പ്രവൃത്തി പൂർത്തിയായിട്ടുണ്ട്. ഇത് റീസെന്റ് പാസ്റ്റ് എന്ന് വിളിക്കും, കാരണം തൊട്ടടുത്തോട്ട് പൂർത്തിയായി കഴിഞ്ഞ പ്രവൃത്തിയാണ്. അതുകൊണ്ട് റീസെന്റ് പാസ്റ്റ് എന്ന് വിളിക്കാറുണ്ട്. സംഭവം പ്രസന്റ് തന്നെയാണ് കാണുന്നത്. പ്രസന്റ് പെർഫെക്റ്റ് ആണ്. സബ്ജക്ട് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് V3 പ്ലസ് സബ്ജക്ട്. അപ്പൊ ഇങ്ങനെ പ്രസന്റ് പെർഫെക്റ്റ് ഒരു പ്രവൃത്തി പൂർത്തിയാക്കിയിട്ടുണ്ട്, പൂർത്തിയായി കഴിഞ്ഞു, പക്ഷേ ജസ്റ്റ് അടുത്ത് തന്നെയാണ്. അതുകൊണ്ടാണ് പ്രസന്റ് പെർഫെക്റ്റ് എന്ന് വിളിക്കുന്നത്. ഇപ്പൊ ഈ സെന്റൻസിനെ നമുക്ക് പ്രസന്റ് പെർഫെക്റ്റ് പറഞ്ഞാൽ ഈ സബ്ജക്ട് അതിന്റെ കൂടെ ഉപയോഗിക്കേണ്ട ഹാസ് ആണ്. കാരണം ഈ എന്നുള്ള ഏകോദനം ഇപ്പൊ ഏകോദനായ അല്ലെങ്കിൽ സിംഗുലർ ആണ്. ഇപ്പൊ സിംഗുലർ ആയാൽ ഹാസ് ഉപയോഗിക്കാൻ പറ്റും. ഈ ഹാസ് ഐ ആണെങ്കിൽ അത് ഐ സിംഗുലർ ആണെങ്കിൽ അത് പ്ലൂറലായിട്ട് കണക്കൂടുന്നതുകൊണ്ട് ഹാവ് പ്രസന്റ് അതിലൂടെ ഹാവ് ഉപയോഗിക്കാം. ഐ ഹാവ് എന്ന് ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ ഐ ഹാവ്, വി ഹാവ്, ദേ ഹാവ്, യു ഹാവ്. ഐ ഹാവ്, വി ഹാവ്, യു ഹാവ്, ദേ ഹാവ്. ഹി ഹാസ്, ഷീ ഹാസ്, ഇറ്റ് ഹാസ്. ഇങ്ങനെയാണ് ഇതിന്റെ ഉപയോഗം. ശ്രദ്ധിക്കുക. അപ്പൊ പ്രസന്റ് പെർഫെക്റ്റ് കിട്ടാൻ സബ്ജക്ട് പ്ലസ് സബ്ജക്ട് ഹി, അതിന്റെ കൂടെ ഹാസ് ഓർ ഹാവിലെ ഹാസ്, കാരണം സബ്ജക്ട് സിംഗിൾ ആയിട്ട് ഹാസ് ഉപയോഗിച്ചു, പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഓഫ് ദി വെർബ്. പാസ്റ്റ് അതാണ് V3. പാസ്റ്റ് V3 നമുക്കറിയാം. V പ്ലസ് വെർബ് സ്പീക്ക് ആണ്. V1 സ്പീക്കർ, V2 സ്പോക്ക്, V3 സ്പോക്കൺ, സ്പീക്ക്, സ്പോക്ക്, സ്പോക്കൺ. ഇതൊക്കെ നമ്മൾ നേരത്തെ ക്ലാസ് ഒത്തിരി പ്രാവശ്യം പഠിച്ചിട്ടുള്ളതാണ്. ഇനിയും പഠിക്കണം, ഇനിയും വിശദമായിട്ട് പറഞ്ഞിരുന്നതൊക്കെ. അപ്പൊ അവർ പഠിക്കുമ്പോൾ നമുക്ക് കൂടുതൽ ഇപ്പോഴും നമ്മുടെ അതൊക്കെ ഒന്ന് ഓർമ്മ പുതുക്കി വെക്കണം. അതറിയാൻ വേണ്ടി കാര്യങ്ങൾ മനസ്സിലാകാതെ പോകും. ഉദാഹരണമായിട്ട് സ്പീക്ക്, സ്പോക്ക്, സ്പോക്കൺ, സ്പീക്ക്, സ്പോക്ക്, സ്പോക്കൺ, കം, കെയിം, കം എന്നൊക്കെ പറഞ്ഞ റൈറ്റ്, റോട്ട്, റിട്ടൺ, റീഡ്, റെഡ്, റെഡ്. റീഡ്, റെഡ് സ്പെല്ലിങ് ഒന്ന് തന്നെയാണ് പറയുന്നത്. അതൊക്കെ നോക്കിയാണ് ഉച്ചരിക്കുന്നത്. റീഡ് വായിക്കുക, റെഡ് വായിച്ചു. അതുപോലെ തന്നെ മൂന്നാമത്തെ രൂപം റെഡ് തന്നെ, RED. അതുപോലെ കം, കെയിം, കം, റീഡ്, റെഡ്, റെഡ്, സ്പീക്ക്, സ്പോക്ക്, സ്പോക്കൺ, സിംഗ്, സാങ്, സൺ. ഇതെല്ലാം ഈ പറഞ്ഞ കാര്യം ശ്രദ്ധിക്കുമ്പോൾ ഇവിടെ നമ്മുടെ പ്രസന്റ് പെർഫെക്റ്റ് കിട്ടാൻ സബ്ജക്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ഹാസോ ഹാവ് ഡിവൈഡഡ്. ഇവിടെ ഹാസ് എന്ന് പറയുന്നത് സിംഗുലർ സബ്ജക്ട് ആയതുകൊണ്ട്, ഈ സിംഗുലർ സബ്ജക്ട് ആയതുകൊണ്ട് ഹാസ് എന്ന സിംഗുലർ വെർബ് ഉപയോഗിച്ചു. അതിനുശേഷം V3, ഇവിടെ സ്പീക്കിന്റെ V3, അത് പാസ്റ്റ് പാർട്ട് സ്പോക്കൺ ആണ്. ഹി ഹാസ് സ്പോക്കൺ, ഹി ഹാസ് സ്പോക്കൺ ഇംഗ്ലീഷ്. അവൻ ഇംഗ്ലീഷ് സംസാരിച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നാണ്. ഇംഗ്ലീഷ് സംസാരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഇപ്പൊ അവൻ ഇംഗ്ലീഷ് സംസാരിച്ചു കഴിഞ്ഞ് തീർന്നു എന്ന് പറയാനാണ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കുന്നത്. പ്രസന്റ് പെർഫെക്റ്റ് ഉപയോഗിക്കുന്നത്. ഇത് പ്രസന്റ് കണ്ടിന്യൂസ് ശ്രദ്ധിക്കുക. പ്രസന്റ് പെർഫെക്റ്റ്. അപ്പൊ അങ്ങനെ നമ്മൾ 3 രൂപ പഠിച്ചു കഴിഞ്ഞു. സിമ്പിൾ പ്രസന്റ്, പ്രസന്റ് കണ്ടിന്യൂസ്, പ്രസന്റ് പെർഫെക്റ്റ്. മൂന്നാമത്തെ പ്രസന്റ് പെർഫെക്റ്റ് ഉപയോഗിക്കുന്നത് ഈ പറഞ്ഞ ഒരു പ്രവൃത്തി പൂർത്തിയാക്കുന്ന വർത്തമാന കാലത്തിൽ എപ്പോൾ അങ്ങോട്ട് പൂർത്തിയാക്കിയതേ ഉള്ളൂ എന്ന് പറയാനാണ്. ജസ്റ്റ് അങ്ങോട്ട് കംപ്ലീറ്റ് ചെയ്തു എന്ന് പറയാൻ ഉപയോഗിക്കുന്നത്.
സബ്ജക്റ്റിന്റെ അടിസ്ഥാനത്തിൽ ഹാസോ ഹാവോ പിന്നീട് V3 അതിനുശേഷം ഒബ്ജക്റ്റ്. ഇവിടെ നമ്മുടെ സബ്ജക്റ്റ് ഹി ആയിരുന്നു, അതിനുശേഷം ഉപയോഗിക്കുന്ന ഹെൽപ്പിംഗ് വേർഡ് ഹാസ് ആണ്. കാരണം സബ്ജക്റ്റ് ഹി സിംഗുലർ ആയതുകൊണ്ട് ഹാസ് എന്നുള്ള സിംഗുലർ ഓക്സിലറി ഉപയോഗിച്ചു. then V3 of the speak spoken, then object English. Then fourth form present perfect continuous. Present perfect continuous. Present perfect continuous. Present perfect continuous. ഈ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് പറയുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കണം, ഒരു പ്രവൃത്തി പെർഫെക്റ്റ് ആയിട്ട് പിന്നെ തുടരുകയാണ്. നമ്മൾ പറയുന്ന അവസരത്തിലൊരു പ്രവൃത്തി ഇങ്ങനെ നടന്നു വരികയാണ്, അത് പിന്നെയും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനാണ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്നത്. അപ്പൊ പറയുന്ന അവസരത്തിൽ ഒരു പ്രവൃത്തി നേരത്തെ തുടങ്ങിക്കഴിഞ്ഞത് ഇപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നതാണ്. അതിനെ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് പറയും. ഈ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിന് സബ്ജക്റ്റിന്റെ അടിസ്ഥാനത്തിൽ ഹാസ് ഓർ ഹാവ്, പിന്നെ ബീൻ പ്ലസ് BWN, ING form of the verb plus object. Subject plus has or have plus been plus ING form of the plus object. ഇതാണ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. സബ്ജക്റ്റ് അടിസ്ഥാനത്തിൽ ഹാസ് വേണം, ഹാവ് വേണം. സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ ഹാസ് സിംഗുലർ ഉപയോഗിക്കണം, സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ ഹാവ് എന്ന പ്ലൂറൽ ഉപയോഗിക്കണം. ഐ ആണെങ്കിൽ ഏതായാലും ഉപയോഗിക്കണം, ഹാവ് തന്നെ. അതിനോട് ഹാവ് ഉപയോഗിക്കാൻ പറ്റൂ, പ്രസന്റ് നോക്കുക. അപ്പോ സബ്ജക്റ്റ് പ്ലസ് ഇവിടെ സബ്ജക്റ്റ് നമ്മളുടെ ഹി എന്നുള്ള സിംഗുലർ വെർബാണ്, അതുകൊണ്ട് നമ്മൾ ഹി ഹാസ്. ഇവിടെ ബീൻ, ഹി ഹാസ് ബീൻ രൂപം കിട്ടാനാണ് ഉപയോഗിക്കുന്നത്. പിന്നെ അതിന്റെ കണ്ടിന്യൂസ് രൂപം കിട്ടാനാണ് ING പോകുന്ന വെർബ്. ഹി ഹാസ് ബീൻ സ്പീക്കിംഗ്, ഹി ഹാസ് ബീൻ സ്പീക്കിംഗ് ഇംഗ്ലീഷ് നമ്മൾ പ്രസന്റ് വെർബ്. അതായത് നേരത്തെ തുടങ്ങിയ പ്രവൃത്തി ഇപ്പോഴും നടന്ന് പിന്നെയും മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് സൂചിപ്പിക്കാനാണ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കുന്നത്. ഇവിടുത്തെ നമ്മുടെ സബ്ജക്റ്റ് ഹി, അതിനുശേഷം ഹാസ്, അതിനുശേഷം ബീൻ, ഹി ഹാസ് ബീൻ. സബ്ജക്റ്റ് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ. സബ്ജക്റ്റ് സിംഗുലർ ആയതുകൊണ്ട് വെർബും സിംഗുലർ ഹാസ് ബീൻ. ഇവിടെ ING എന്ന് പറയുന്നത് സിംഗിങ്, സിംഗ് ആണ്, സിംഗുലർ. സ്പീക്ക് ആണ് ING സ്പീക്കിംഗ്, സ്പീക്കിംഗ്. He has been speaking English. അവർ ഇംഗ്ലീഷ് സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട് എന്നുള്ള നേരത്തെ സംസാരിച്ചു തുടങ്ങിയതാണ്, ഇപ്പോഴും നമുക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഉള്ളത്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ നമ്മുടെ ടെൻസിലെ ആദ്യത്തെ പ്രസന്റ് വർത്തമാനകാലമാണ്. അതിന്റെ 4 രൂപങ്ങളാണ് പഠിച്ചത്. ആദ്യത്തത് പ്രസന്റ് ടെൻസിന്റെ 4 രൂപങ്ങളുള്ള സിമ്പിൾ പ്രസന്റ്, പ്രസന്റ് കണ്ടിന്യൂസ്, പ്രസന്റ് പെർഫെക്റ്റ്, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഇങ്ങനെയാണ് ഉപയോഗിക്കുന്നത്. ഈ ഓരോന്നും ഉപയോഗിക്കുന്നത് ഏതൊക്കെ സന്ദർഭത്തിലാണ്, എങ്ങനെയൊക്കെയാണ് അനുഭവങ്ങൾ കിട്ടുന്നതെന്നും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ശ്രദ്ധിക്കുക, ആദ്യം പ്രസന്റിലെ സിമ്പിൾ പ്രസന്റ് കിട്ടാൻ അതായത് വർത്തമാനകാലത്തിൽ പ്രവൃത്തി ലഘുവായി നടക്കുമെന്ന് പറയാനാണ്. അതുപോലെ തന്നെ സ്ഥിരമായി നടക്കുന്ന പെർമനന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ സൂചിപ്പിക്കാനും, അതുപോലെ തന്നെ യൂണിവേഴ്സൽ പ്രപഞ്ച സത്യങ്ങളെ സൂചിപ്പിക്കാനും നമ്മൾ സിമ്പിൾ പ്രസന്റ് ഉപയോഗിക്കാറുണ്ട്. സിമ്പിൾ പ്രസന്റിലെ ഒരു സെന്റൻസ് പറഞ്ഞാൽ സിമ്പിൾ പ്രസന്റിലെ ഒരു സെന്റൻസ് പ്രസന്റ് കണ്ടു. സിമ്പിൾ പ്രസന്റ് ഹി സ്പീക്സ് ഇംഗ്ലീഷ് എന്നാണ് പറയുന്നത്. ഈ അവൻ എന്ന് പറയുന്ന സബ്ജക്ട് അത് സിംഗുലർ ആണ്. സ്പീക്സ് ഇംഗ്ലീഷ്, അവൻ ഇംഗ്ലീഷ് സംസാരിക്കുന്നു എന്നുള്ള ഡസ് സ്പീക്ക് ആണ്. കാരണം നമുക്കറിയില്ല ഹിയറിന്റെയും കൂടെ ഡു ഡസ് ഡിഡ് രൂപങ്ങൾ അടങ്ങിയിട്ടുണ്ട്. പ്രസന്റ് ഡു ഡസ് ആണ്. പ്രസന്റ് സിംഗുലർ ആണെങ്കിൽ ഡസ് ആണ് കീഴടങ്ങിയിരിക്കുന്നത്, അതുകൊണ്ടാണ് എസിൽ അവസാനിക്കുന്നത്. അതാണ് സ്പീക്സ്. അപ്പൊ ഇവിടെ ഹി സബ്ജക്ട് സിംഗുലർ ആയതുകൊണ്ട് ഡസ് ചേർന്ന സ്പീക്സ്. നേരെ ഇവിടെ ദേ ആണെങ്കിൽ ഇവിടെ സ്പീക്കർ വരും, അപ്പൊ ഡു ആയിരിക്കും അടങ്ങിയിരിക്കുന്നത്. നേരത്തെ ഇവിടെ ഹി ആയാലും ഷി ആയാലും ദേ ആയാലും എന്ത് സബ്ജക്ട് ആയാലും അവർ സംസാരിച്ച സ്പോക്ക്, അപ്പൊ ഡിഡ് സ്പീക്ക് ആണ്. സ്പോക്ക് തന്നെ ഡിഡ് ആണ്. അപ്പൊ ഇവിടെ ഹി സ്പീക്സ് ഇംഗ്ലീഷ്, അവൻ ഇംഗ്ലീഷ് സംസാരിക്കുന്നു. കാരണം ഈ സബ്ജക്ട് സിംഗുലർ ആണ്, സ്പീക്സ് ഡസ് ചേർത്ത വെർബ്, അതിനുശേഷം ഇംഗ്ലീഷ് എന്ന ഓബ്ജക്ട്.
സിമ്പിൾ പ്രസന്റ് സബ്ജക്ട് V1 പ്ലസ് ഒബ്ജക്ട്. ഇനി പ്രസന്റ് കണ്ടിന്യൂസ് സബ്ജക്ട് പ്ലസ് ഈസ് ഓർ ആം ഓർ ആർ പ്ലസ് ing ഫോം ഓഫ് V1 പ്ലസ് ഒബ്ജക്ട്. പ്രസന്റ് കണ്ടിന്യൂസിലെ സബ്ജക്ട് പ്ലസ് ഈസ് ഓർ ആം ഓർ ആർ പ്ലസ് ing ഫോം ഓഫ് V1 പ്ലസ് ഒബ്ജക്ട്. സബ്ജക്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ഈസോ ആമോ ആർ ഉപയോഗിക്കണം. സബ്ജക്ട് സിമ്പിൾ ആണെങ്കിൽ അതിന്റെ കൂടെ ഈസോ ഈസ് ഉപയോഗിക്കണം. അതുപോലെ സബ്ജക്ട് പ്ലൂറൽ ആണെങ്കിൽ ആർ ഉപയോഗിക്കണം. അതുപോലെ പ്രസന്റ് ടെൻസ് ആണത്. പിന്നീട് ഐ ആണെങ്കിൽ ആം ഉപയോഗിക്കണം. അതാണ് നമ്മൾ പറഞ്ഞത്. പ്രസന്റ് എക്സാം എഴുതി ഈ സ്പീക്ക് ഇംഗ്ലീഷ് എഴുതിയില്ല. ഈ സ്പീക്ക് ഇംഗ്ലീഷ്, ഈ സ്പീക്കിംഗ് ഇംഗ്ലീഷ് എന്നാണ് അതിന്റെ എക്സാമ്പിൾ വരുന്നത്. ഈ സ്പീക്കിംഗ് ഇംഗ്ലീഷ്, he is speaking English. He is speaking English. He is speaking English. ഇനി അതിന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ് അർത്ഥം. അടുത്ത പ്രസന്റ് പെർഫെക്റ്റ് ആണ്. പ്രസന്റ് പെർഫെക്റ്റ് ഒരു പ്രവൃത്തി പൂർത്തിയാക്കിയിട്ടുണ്ട്. അതിന്റെ റീസെന്റ് മാത്രമായിട്ടാണ് അടുത്ത സമയത്ത് പൂർത്തിയാക്കിയത് കഴിഞ്ഞ പ്രവൃത്തിയാണ്. എന്നാലും പ്രസന്റ് അതിന്റെ ഇഫക്ട് നോക്കുകയാണ്. അതുകൊണ്ടാണ് ഉദാഹരണമായിട്ട് സബ്ജക്ട് ആ സബ്ജക്ട് ബേസിൽ ഹാസോ ഹാവോ ഉപയോഗിക്കണം. എന്നിട്ട് V3 ഉപയോഗിക്കണം. എന്നിട്ട് ഒബ്ജക്ട് ഉപയോഗിച്ചാൽ പ്രസന്റ് പെർഫെക്റ്റ് കിട്ടും. അപ്പൊ സബ്ജക്ട് ഹാസ് ഓർ ഹാവ്. അപ്പൊ ഹി ആയിരുന്നു സബ്ജക്ട് സിംഗിൾ ആണ് ഹാസ് ഉപയോഗിക്കുന്നത്. ഐ സബ്ജക്ട് സിംഗിൾ ആയിട്ട് പറയാറുണ്ടെങ്കിലും അതിലൂടെ ഹാവേ ഉപയോഗിക്കും. പ്രസന്റ് വീയുടെ ഹാവ് ഉപയോഗിക്കും. വേയുടെ ഹാവ് ഉപയോഗിക്കും. യുവിന്റെ കൂടെ ഹാവ് ഉപയോഗിക്കും. എന്നാൽ ഹി ഹാസ്, ഷീ ഹാസ്, ഇറ്റ് ഹാസ്. ഇവിടെ ഹി ആണ് സബ്ജക്ട്. ഹി ഹാസ് spoken English. He has spoken English. കാരണം സബ്ജക്ട് സബ്ജക്ട് ഹാസ് ഓർ ഹാവ് പ്ലസ് V3 speak spoken പിന്നീട് ഒബ്ജക്ട്. അങ്ങനെ കിട്ടുന്നു. അടുത്തത് പ്രസന്റ് പെർഫെക്റ്റ് ഏർണിംഗ്സ് ആണ്. വർത്തമാന കാലത്തിൽ ഇപ്പോൾ തൊന്നുകൊണ്ടേയിരിക്കുന്നു എന്ന് സൂചിപ്പിക്കാനാണ്. അത് നേരത്തെ തുടങ്ങി ഇപ്പോഴും കടന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു പറയാനാണ് പ്രസന്റ് പെർഫെക്റ്റ് ഏർണിംഗ്സ് ഉപയോഗിക്കുന്നത്. ഇവിടെ അതിൽ ഉപയോഗിക്കേണ്ട സബ്ജക്റ്റും ഹാസ് ഓർ ഹാവ് പ്ലസ് ബി പ്ലസ് ing ഫോം പ്ലസ് ഒബ്ജക്ട്. സബ്ജക്ട് ഇവിടെ നമ്മുടെ ഹി ആണ്. അതിനുശേഷം ഹാസ് ആണ് ഉപയോഗിക്കേണ്ടത് സിംഗിൾ ആയതുകൊണ്ട്. ഐ ആണെങ്കിൽ ഹാവ്, ബി ആണെങ്കിൽ ഹാവ്, ദേ ആണെങ്കിൽ ഹാവ്. അത് കൊടുക്കുക. യു ആണെങ്കിൽ ഹാവ്. ഇവിടെ സബ്ജക്ട് ഹി ആണ്. ഹി ഹാസ്, ഷീ ഹാസ്, ഇറ്റ് ഹാസ്. ഹി ഹാസ് പിന്നീട് ബീൻ. കാരണം പെർഫെക്റ്റ് കിട്ടാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. ഹി ഹാസ് ബീൻ speaking. He has been speaking English. ഇതാണ് പ്രസന്റ് നാലുകൾ. അടുത്തത് പാസ്റ്റ് ടെൻസിന്റെ നാലുകളാണ്. അത് നമുക്ക് ഇത് നന്നായി എല്ലാം ശരിക്കും മനസ്സിലാക്കുക. ശരിക്കും മനസ്സിലാക്കിയെല്ലാം തന്നെ പഠിച്ചിട്ട് നമുക്ക് ഇതിന്റെ അടുത്ത ഭാഗം അടുത്ത വീഡിയോയിൽ കാണാം.